പത്തനംതിട്ട കല്ലറക്കടവ് അച്ചൻകോവിലാറ്റിൽ ഒഴുക്കിപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. അഞ്ചക്കാല സ്വദേശി അജ്സൽ അജിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കൂടെയുണ്ടായിരുന്ന നബീൽ നായി തെരച്ചിൽ തുടരുന്നു. നന്ദുഷ ചേരുന്നു. നന്ദുഷ, ഇപ്പോഴും തെരച്ചിൽ നടത്തുകയാണോ? ഏത് ഭാഗത്താണ്? അതെ തന്നെയാ, കല്ലറക്കടവിൽ നിന്നും ഏതാണ്ട് 200 മീറ്ററിനുള്ളിലാണ് ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കടവിന്റെ തടയണയ്ക്ക് ഇപ്പുറത്തെ വശം, അതായത് വെള്ളം ഒഴുകി ഇറങ്ങുന്ന സ്ഥലത്താണ് തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. 1 മണിയോടുകൂടിയായിരുന്നു അപകടം. 7 വിദ്യാർത്ഥികളാണ്, മാർത്തോമാ സ്കൂളിലെ 7 വിദ്യാർത്ഥികളാണ് ഈ രീതിയിൽ ഓണപരീക്ഷയ്ക്ക് ശേഷം കടവിൽ കുളിക്കാനായി കല്ലറക്കടവിലേക്ക് എത്തിയത്. അതിൽ 2 വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത്. ഒരു വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് പോയപ്പോൾ രക്ഷിക്കാനായിട്ടാണ് മറ്റൊരു വിദ്യാർത്ഥി കൂടി എടുത്തു ചാടിയത്. എന്നാൽ 2 പേരെയും ശക്തമായ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും അജ്സലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അജ്സലിന്റെ മൃതദേഹം അല്പസമയങ്ങൾക്ക് മുൻപ് കണ്ടെത്തി. ഒപ്പമുണ്ടായിരുന്ന നബീലിനായാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഫയർഫോഴ്സിന്റെ പ്രത്യേക പരിശീലനം നേടിയ സ്ക്യൂബ ടീമാണ് ഇപ്പോൾ തിരച്ചിലിന് നേതൃത്വം കൊടുക്കുന്നത്. പോലീസും നാട്ടുകാരും ഫയർഫോഴ്സ് സംഘത്തെ സഹായിക്കാനായി സ്ഥലത്തുണ്ട്. ഏതായാലും തിരച്ചിൽ പുരോഗമിക്കുകയാണ്.